പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 38-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഒരാഗ്രഹം നിറവേറി കഴിയുമ്പോൾ അടുത്തതിനായി വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മരിച്ചാലും അവൻ്റെ ആഗ്രഹങ്ങൾ മരിക്കുന്നില്ല. ദൈവവചനം പരിശോധിക്കുന്ന ഒരാൾക്ക് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് വിവിധവും വിശാലവുമായ ചിന്തകൾ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണാം. വേദപുസ്തക പ്രകാരം മനുഷ്യരുടെ ആഗ്രഹങ്ങളെ പൊതുവെ രണ്ടായി തിരിക്കുവാൻ കഴിയും. ഒന്നാമതായി ഒരു യഥാർത്ഥ ഭക്തൻ്റെ ആഗ്രഹവും രണ്ടാമതായി ലോക മനുഷ്യൻ്റെ ആഗ്രഹവും. ദുഷ്ടൻ ദൈവത്തിൽ നിന്നും വളരെ അകന്നു ജീവിക്കുന്നവനും സാത്താൻ്റെ നിയന്ത്രണത്തിൽ കഴിയുന്നവനുമാകയാൽ അവൻ ദൈവത്തിന് എതിരായി എപ്പോഴും പ്രവർത്തിക്കുന്നു. അവൻ്റെ ആഗ്രഹങ്ങൾ സ്വാർത്ഥപരമാണ്. മറ്റാരെയും അവൻ ഗൗനിക്കുന്നില്ല. സ്വന്തം കാര്യം മാത്രമാണ് അവന് പ്രധാനം. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് ആയാലും തൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നടക്കണമെന്ന് ചിന്തിക്കുന്നു. നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനോ നല്ലത് ആഗ്രഹിക്കുവാനോ അവന് ഒരിക്കലും കഴിയുകയില്ല. ഈ കൂട്ടർക്ക് ദൈവത്തെ ആരാധിക്കുന്നത് ഇഷ്ടമല്ല. പ്രാർത്ഥന ഇവർക്ക് വെറുപ്പാകുന്നു. വിശുദ്ധിയിലും വേർപാടിലും ഈ കൂട്ടർ ജീവിക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളായിട്ടുള്ള ബന്ധം ഈ കൂട്ടർ ഇഷ്ടപ്പെടുന്നില്ല. ഈ കൂട്ടരിൽ തന്നെ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരുമുണ്ട്. ലോകത്തിൽ ചിലതെല്ലാം നേടണം എന്ന ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ. അതിനുവേണ്ടി ഏതു ഹീനമാർഗവും സ്വീകരിപ്പാൻ അവർ തയ്യാറാകും. ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് സാത്താന് മറ്റൊരു ആഗ്രഹമില്ലല്ലോ. മനുഷ്യരെ പാപത്താൽ കീഴ്പ്പെടുത്തുക എന്നതാണ് സാത്താൻ്റെ ആഗ്രഹം. ഒരു അളവോളം അവൻ അതിൽ വിജയം കണ്ടിരിക്കുന്നു. ആകയാൽ ദൈവമക്കൾ സൂക്ഷിക്കുക. ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളോട് മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ച് തരുവാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുകയില്ല. അഹശ്വേരോസ് രാജാവ് എസ്തേറിനോട് പറയുമ്പോൾ, നിന്റെ ആഗ്രഹം രാജ്യത്തിൻ്റെ പകുതിയോളം ആക്കാം, അതുവരെ ഞാൻ നിവർത്തിച്ചു തരാം എന്നാണ്. രാജ്യത്തിൻ്റെ പകുതി കൊടുക്കാം. രാജ്യത്തിൻ്റെ മുഴുവൻ രാജ്യവും കൊടുത്തു കഴിഞ്ഞാൽ രാജാവില്ലാതെയാകുമെന്ന് രാജാവിന് നന്നായി അറിയാം. എന്നാൽ യഥാർത്ഥ ദൈവഭക്തൻ്റെ ആഗ്രഹം എന്തെല്ലാമാണ്? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഇതാകുന്നു ഒരു യഥാർത്ഥ ദൈവഭക്തൻ്റെ ആഗ്രഹം. ആത്മാവ് ദൈവത്തോട് ചേരുവാനുള്ള തൻ്റെ ആഗ്രഹവും ഭക്തൻ വെളിപ്പെടുത്തുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ലോകമനുഷ്യൻ ലോകത്തോടും ലോകമനുഷ്യരോടും പാപത്തോടും ചേരുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ദൈവപൈതൽ ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ഇങ്ങനെയാണ്. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രി നിന്നെ ആഗ്രഹിച്ചു, ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. പ്രിയ ദൈവപൈതലേ, നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നും ദൈവം മുടക്കുകയില്ല. നേരോടെ നടക്കുന്നവന് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ഒരു ദൈവഭക്തൻ അർഹിക്കുന്നത് ഒന്നും സ്തോത്രം, ഹല്ലേലൂയ, അർഹിക്കാത്തത് ഒന്നും ആഗ്രഹിക്കുന്നവനുമല്ല ഒരു ദൈവഭക്തൻ. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവ ഇഷ്ടം ഉള്ളതായി തീരട്ടെ. ഈ പ്രഭാതം ആഗ്രഹമില്ലാത്ത ആരും ഈ ശബ്ദം കേൾക്കുന്നില്ല. എങ്കിലും ദൈവ ഇഷ്ടത്തോടെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവൻ നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. ശാശ്വത തുറമുഖത്ത് തൻ്റെ ഭക്തന്മാരെ എത്തിച്ച ദൈവം നമ്മെയും നമ്മുടെ ആഗ്രഹങ്ങളെയും അവൻ നിവർത്തിയാക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഈ നാളുകളിൽ അവൻ ആഗ്രഹങ്ങൾ
ഇല്ലാത്ത ഒരു മനുഷ്യനെയും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ആമേൻ. തലമുറയ്ക്കായി ആഗ്രഹിക്കുന്നവർ, ആമേൻ, ഒരു നല്ല ജോലിക്കായി ആഗ്രഹിക്കുന്നവർ, ഒരു ജോലിക്ക് ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർ, ഒരു ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നവർ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ പോകുന്ന നിരവധി ആഗ്രഹങ്ങൾ. ആമേൻ, സ്തോത്രം. വാഹനം മേടിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഒത്തിരി ആഗ്രഹങ്ങൾ. ആമേൻ, ഈ പ്രഭാതം ആമേൻ സർവശക്തനായ ദൈവം നിവർത്തിയാക്കട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ഭക്തൻ പാടിയതുപോലെ കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമിൽ. ഒരു ഭക്തൻ്റെ ആമൻ ആഗ്രഹത്തോടെയുള്ള ഞരക്കത്തെ എൻ്റെ ദൈവം നിരസിക്കുന്നവനല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രഭാതം നാഥ, അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരും ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും നൽകി ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിലുപരിയായി നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നൽകുമാറാകട്ടെ. താങ്ക് യു.